സൗദിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, മനോഹരമായിട്ടുള്ള കടല് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. കടല് വിസ ഉണ്ടെങ്കിൽ നമുക്ക് കയറാം ഇവിടുന്ന്, കുഴപ്പമില്ല. പക്ഷെ വിസ ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേ വന്നത്. സൗദി ബ്രിഡ്ജ് സോ ബ്യൂട്ടിഫുൾ, ലൈക്ക് മാൻമെയ്ഡ് ആയിട്ടുള്ള സംഭവമാണ്. ഒരു ഐലൻഡ് മറ്റൊരു ഐലൻഡ് തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. അതാ സൗദി. നമുക്ക് ഇവിടുന്ന് സൗദി ബ്രിഡ്ജ് കാണിച്ചു തരാം. നമ്മൾ അപ്പുറത്ത് ഈ ഭാഗത്തേക്ക് കാണുന്ന ബ്രിഡ്ജാണ് സൗദിയിലേക്ക് കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജ്. അവിടെയാണ് ഇത് നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സ്ഥലമാണ് സൗദി. നമ്മൾ ഏകദേശം ബ്രിഡ്ജ് കാണാനേ പറ്റുള്ളൂ. വിശ്വസിക്കാൻ നമുക്ക് വരാൻ കഴിയില്ല. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്കണോമിയിൽ തന്നെ ഒരു വിധത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ് സൗദി. അപ്പോൾ റിച്ചാണ് അവിടുത്തെ എല്ലാ ആൾക്കാരും. മോസ്റ്റ് പ്രോബബ്ലി സൗദി ബഹറിനിലേക്കുള്ള മെയിൻ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്ന സ്ഥലമാണുള്ളത്. ബൈ റോഡാണ് അവരധികം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയൊരു ടൗണിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അതെ, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുകയാണത് ബഹറിനുള്ള ആൾക്കാർക്ക് സൗദിയിലേക്ക് പോകാൻ വേണ്ടിയുള്ളൊരു വഴി. അപ്പോൾ ഇത് ഏകദേശം 2 ബ്രിഡ്ജ് ഉണ്ടെന്നാണ് തോന്നുന്നല്ലേ. മനോഹരമായിട്ടുള്ള ഒരു ടൗണിലേക്കാണ് കയറുന്നത്. നല്ല രസമുണ്ട്. ഇവിടെ കണ്ടോ, നിങ്ങൾ ടവർ കണ്ടോ? വളരെ ഭംഗിയുള്ളൊരു ടവർ. കാണുന്നുണ്ടാവായിരിക്കും. ഇങ്ങനെ ലോറികൾ ഇങ്ങനെ നിരനിരയെ നിർത്തിയിട്ടുണ്ട്. ഇത് ചെക്കിങ്ങിന് എനിക്ക് തോന്നുന്നത് ക്ലിയറൻസിനായിരിക്കും. അവിടെ നിന്നുള്ള മെറ്റൽ, അതായത് നമ്മൾ എനിക്ക് തോന്നുന്നത് ബഹ്റിനാണ് ഏറ്റവും ലീഡിങ് അലൂമിനിയത്തിൻ്റെ പ്രൊഡക്ഷൻ അല്ലേ, വേൾഡ് സെക്കൻഡ് അല്ലേ. അതെ, അത് കാണുന്നുണ്ട അമ്പര ചുംബിയായി നിൽക്കുന്ന ഒരു ടവർ. നല്ല ഭംഗിയുള്ള ഇതാണ് ബോർഡർ, ബഹറിൻ ബോർഡർ. ഇവിടെ നിന്നാണ് ബാക്കി ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ശരി പോകുന്നത്. പേപ്പർ ക്ലിയറൻസ് ആൾക്കാർ പോകുന്നുണ്ട്. ഇവിടുത്തെ ഓഫീസുകളാണല്ലേ ഈ ക്ലിയറൻസിൻ്റെയും മറ്റേ ഇമിഗ്രേഷൻ്റെ ഒക്കെ ആയിട്ടുള്ള ഓഫീസേക്കല്ലേ. അതെ അതെ. അപ്പോൾ ബഹറിൻ്റെ കൊടിയുണ്ട് ഇവിടെ. ഉച്ചവരെ ആൾക്കാർ ഓടുന്നു. അതെ, അതിന് ഉച്ചവരെ ഉള്ളൂ ഡ്യൂട്ടി. നമ്മൾ ചെറിയൊരു മാള് കണ്ടിട്ടുണ്ട്, കാണാൻ പറ്റിയിരിക്കും. ഭക്ഷണം ഒന്നും കിട്ടില്ല, ഫൈനുമാണ്. നമ്മളെ പിടിച്ച് അകത്തുവിടും. ഭക്ഷണം എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. കാറിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങുകയാണ്. പള്ളികളും കാര്യങ്ങളൊക്കെ ഇവിടെ അല്ലേ. ഇവിടുന്ന് നമ്മളെ ബഹ്റിന് ഇപ്പോൾ പുതിയ പ്രോജക്ട്സൊക്കെ നടത്തുന്നുണ്ട്. ഇവിടുന്ന് ആൾക്കാരെ അങ്ങോട്ടേക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ലേബേഴ്സിനും ബാക്കി മെറ്റീരിയൽസ് ആണെങ്കിലും വളരെ ഭംഗിയായിട്ടാണ് ഇവർ ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബോർഡർ ഭാഗം നമ്മളൊരു രസമുള്ള രീതിയിലാണ് നമുക്ക് ഇപ്പോൾ ബ്രിഡ്ജിലേക്ക് പോകാം. നമ്മളിപ്പോൾ കടന്നു വന്ന ബ്രിഡ്ജാണിത്. നമ്മൾ ഈ സൈഡിൽ നിന്നാണ് വന്നത്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കയറി വന്ന ബ്രിഡ്ജ്.
ഉള്ളിലൊന്നും കയറാൻ പാടില്ല, പുല്ല് ചവിട്ടാനൊന്നും പാടില്ല. കാരണം ഇവരങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ല ഭംഗിയിൽ നമ്മൾ നാട്ടിലെ പോലെ. അതായത് ഉപ്പ് വെള്ളം കൺവേർട്ട് ചെയ്യുന്ന വേസ്റ്റ് വാട്ടർ മാനേജിങ് അല്ലേ, ആ വെള്ളം ഒഴിക്കല്ലേ ഒരു സൗദിയിൽ നിന്നുള്ള വെൽക്കമിങ് പോയിന്റ്. നമ്മളിതിൻ്റെ ഇവിടെയുള്ളത്, ഇവിടെ നിന്നാണ് സൗദിയിൽ നിന്ന് വരുന്ന വണ്ടികൾ കംപ്ലീറ്റ് പാസ് ചെയ്ത് പോവുക. അതായത് ട്രക്കും കാര്യങ്ങളും ഒഴിക്കുക, കാറുകളും ബാക്കി പ്രൈവറ്റ് വണ്ടികൾ വരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെയല്ല, റോഡുകളിലൊക്കെ വളരെ രസകരമായിട്ട് ഒരു ടെൻറ്റ് പോലെ സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതവിടെ ചെറിയുള്ളൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ്. ഉദയ ബീച്ചിലേക്ക് പോകുന്ന വഴിയാണിത്. വളരെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്ങുകളും ഫുള്ള് ഈന്തപ്പഴത്തിൻ്റെ തോട്ടങ്ങളും അതുപോലെ ട്രാഫിക് ഉണ്ട് അത്യാവശ്യം. പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ബീച്ചിലെത്താം. ബീച്ചിലെത്തുന്ന വഴിയുള്ള കാഴ്ച